നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാലർ ബോട്ടിൻ്റെ 6ാമത്തെ ദിവസത്തെ, എൻ്റെ ഇപ്പോൾ 6 ദിവസമായി. ശരിക്കും പറഞ്ഞാൽ 5ാമത്തെ ദിവസം കഴിഞ്ഞുള്ളൂ, പക്ഷേ ഡേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 6 ദിവസമായി. അപ്പോൾ 6ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, ഏതൊക്കെ ട്രേഡ് എടുത്തു എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. വാലർ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൈനാൻസായിട്ട് ലിങ്ക് ചെയ്തിട്ട് ബിറ്റ് കോയിൻ മാത്രം ട്രേഡ് ചെയ്യണ ഒരു സ്പോട്ട് ട്രേഡിങ് ചെയ്യണ ഒരു ബോട്ടാണ്. ബിറ്റ് കോയിൻ ലോയിലെത്തുമ്പോൾ USDT വെച്ചിട്ട് ബിറ്റ് കോയിൻ വാങ്ങിക്കും, ഹൈയിലെത്തുമ്പോൾ സെല്ലാക്കി USDT ആക്കും. അത് തന്നെയാണ് പരിപാടി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 6 ദിവസമാണ് ആയത്. അപ്പോൾ 6 ദിവസം കൊണ്ട് എത്ര പ്രോഫിറ്റ് കിട്ടി, എന്തൊക്കെ ട്രേഡിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വാലറിൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ വാലർ ആയിട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എൻജോയ് ടു എനിക്ക് നമുക്ക് വീഡിയോയിലായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബൈനാൻസ് ഓപ്പൺ ചെയ്ത് നോക്കണം. ബൈനാൻസിൽ നമ്മൾ വാലറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മുടെ USDT കിടക്കുന്ന കാണാൻ പറ്റും. അതായത് എൻ്റെ ബിറ്റ് കോയിൻ സെല് ചെയ്ത് USDT ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ എൻ്റെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ $50 ആയിരുന്നു, 50 USDT ആയിരുന്നു. 50 USDT എന്ന് മാറിയിട്ട് ഇപ്പോൾ 50.94 പ്ലസ് 0.2, അതായത് $1.1 പ്രോഫിറ്റാണ് ഇപ്പോൾ എനിക്കുള്ളത്. ടോട്ടൽ ക്യാപിറ്റൽ പ്ലസ് $1.1 കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് $1.1 പ്രോഫിറ്റാണ് ഇപ്പോൾ കറൻ്റ്ലി എനിക്കുള്ളത്. അപ്പോൾ ഇന്നലെ 1.2 ഉണ്ടായിരുന്നു. ഓരോ ദിവസം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഇന്ന് ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിനേക്കാളും $1.1 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് കറൻ്റ് എൻ്റെ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഞാൻ $50 ഇട്ടിട്ട് $1.1 പ്രോഫിറ്റ് വന്നു. ഇപ്പോൾ ഞാൻ $500 ഇടണമെങ്കിൽ $10.1 പ്രോഫിറ്റ് വരുമായിരിക്കും, ഈ ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ. പിന്നെ വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സംഭവം ഈസിയാണ്. ഇപ്പം ഞാൻ $50 ഇട്ടത്, അപ്പോൾ ചെറിയൊരു എമൗണ്ടാണ് ഇട്ട് നോക്കിയത്. ചെറിയ എമൗണ്ട് വെച്ചിട്ട് $1.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രേഡ്സിൽ പോവാം. ഇവിടെ ഈ ഒരു സെറ്റിങ്സ് പോലത്തെ ഒരു ഐക്കൺ കണ്ടോ, സെറ്റിങ്സ് അല്ല, ആ ഒരു ലിസ്റ്റ് പിന്നെ ഹിസ്റ്ററി പോലത്തെ ഒരു ഐക്കൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ്സിൽ പോകാൻ പറ്റും. ട്രേഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നടന്ന ട്രേഡ്സ് നോക്കാൻ പറ്റും. ഇന്നാകെ കുറച്ച് ട്രേഡാണ് നടന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ ട്രേഡാണ് ഇന്ന് നടന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് വെച്ചാൽ 4-ാം തീയതിയാണ്. അപ്പോൾ 4-ാം തീയതിയിലത്തെ ട്രേഡ് നമുക്ക് നോക്കാം. 4-ാം തീയതിയിലത്തെ ട്രേഡ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. താഴേന്ന് നോക്കാം, താഴേന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെ 19,666 ബിറ്റ് കോയിൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 19,876 ബിറ്റ് കോയിൻ ബൈ ചെയ്തു. അത് കഴിഞ്ഞ് 19,666 സെല്ല് ചെയ്തു. അവിടെ ഒരു നഷ്ടം വന്നിട്ടുണ്ട് കണ്ടോ. വീണ്ടും ക്രാഷിലായിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് സെല്ല് ചെയ്തതാണ്. അവിടെ പക്ഷേ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മുകളിലായിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ വീണ്ടും ഒരു ബൈ നടത്തിയിട്ടുണ്ട്. 19,763 2 പ്രാവശ്യം ഒരു ബൈ നടത്തിയിട്ടുണ്ട്. അതായത് ടോട്ടൽ കൊടുത്തിട്ട് ബൈ നടത്തിയിട്ടുണ്ട്. അവിടെയും ലോസാണ്, കാരണം 19,666 സെറ്റ് ചെയ്തത്, എന്നിട്ട് 763 ബൈ ചെയ്തത്. അപ്പോൾ അവിടെയും ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും 19,763 ഒരു $3 ഒരു ബൈയും കൂടി നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് സെല്ലാണ്. സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 19,816 ഒരു സെല്ല് നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടി. പിന്നെ ബൈ നടന്നതെന്ന് വെച്ചാൽ 19,718 ഒരു ബൈ നടന്നിട്ടുണ്ട് $30. പിന്നെ 19,718 വീണ്ടും ഒരു $20 ബൈ നടന്നിട്ടുണ്ട്. ആ ബൈ നമുക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ആയിട്ടുള്ള ബൈ ആണ്, കാരണം 816 സെല്ല് ചെയ്താണ്, 718 ബൈ ചെയ്തതാണ്. അപ്പോൾ കുറഞ്ഞ പൈസയ്ക്കാണ് ബൈ ചെയ്തതാണ്. പിന്നെ സെല്ല് എടുത്തതെന്ന് വെച്ചാൽ 19,779 സെല്ലാക്കി. ചെറിയൊരു പ്രോഫിറ്റിലാണ് സെല്ലാക്കിയത് കണ്ടോ. അപ്പോൾ 50.83 USDT ആയി. പിന്നെ ഒരു കുറച്ച് ബിറ്റ് കോയിനും ബാക്കി കിടക്കുന്നുണ്ട് 0.2. അപ്പോൾ അതാണ് കറണ്ട് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1.2 ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1.2 റേഞ്ചിലെത്തിയിട്ടുണ്ട്. 1.2 ഇത് ഏകദേശം 50.98 ഉണ്ടല്ലോ. അപ്പോൾ 50.98 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 0.98 പ്ലസ് 2 0.98 നമുക്ക് 1 എന്ന് കൂട്ടാം. $1.2 പ്രോഫിറ്റാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിറ്റ് കോയിൻ നല്ല രീതിയിൽ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബൈ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ സെല്ല് ചെയ്ത പ്രൈസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ 700-ക്കാണ് സെല്ല് ചെയ്തത്. ഇപ്പോഴത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
800 കണ്ടോ, 19,885. പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇപ്പോൾ ബൈ ചെയ്യും, ഈ ഒരു പ്രൈസിന് ബൈ ചെയ്യും. അപ്പോൾ ചെറിയൊരു ലോസിലായിരിക്കും ബൈ ചെയ്യണത്. ഇനിയും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് തന്നെ ബോട്ട് ബൈ ചെയ്യാൻ നോക്കും. പക്ഷേ ഇപ്പോൾ ബൈ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇച്ചിരി ഒന്ന് താഴത്തിട്ട് വന്നിട്ട് ബൈ ചെയ്യായിരിക്കും നല്ലത്. ഇതുവരെ ബോട്ട് ബൈ ചെയ്തിട്ടുള്ള, ജസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാർട്ട് കാണാൻ പറ്റും. മാർക്കറ്റിൽ പോയിട്ട് BTC/USDT എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നടന്ന ട്രേഡ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 4-ാം തീയതിയാണ്. അപ്പോൾ 4-ാം തീയതി നമ്മൾ നോക്കുകയാണെങ്കിൽ 4-ാം തീയതി ഏതൊക്കെ ട്രേഡ് നടന്നു എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ 3 സെല്ല് നടന്നു. പിന്നെ ഇവിടെ 4-ാം തീയതി ഒരു ബൈ നടന്നതാണ്. പിന്നെ സെല്ല് എടുത്തതാണ്, ഇച്ചിരി മുകളിലാണ് സെല്ല് എടുത്തതാണ്. പിന്നെ ബൈ നടത്തിയാണ്, ആ സെല്ലിനേക്കാൾ താഴെയാണ് ബൈ നടത്തിയാണ്. അപ്പോൾ അതും കുഴപ്പമില്ല. പിന്നെ ഒരു സെല്ല് എടുത്തതാണ്, മുകളിലാണ് സെല്ല് എടുത്തതാണ്. അപ്പോൾ ഈ ചാർട്ട് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റിലേക്കാണായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്നാലും ചെറിയൊരു ലോസ്, ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ലോസിലാണെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈ ലോ പ്രൈസിലാണ് ബൈ നടത്തിയാണ്. സെല്ല് എടുത്തതാണ് അതിനേക്കാളും കുറച്ചുകൂടി ഹൈ പ്രൈസിലായിട്ടാണ് ഇതിൽ നമുക്ക് കാണുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ സെല്ലാക്കി കഴിഞ്ഞതിന് ശേഷം ബൈ നടത്തിയാണെന്ന് വെച്ചാൽ താഴെയാണ്, അതും പ്രോഫിറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തേക്കാളും നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് നഷ്ടം വന്നത്. ഇവിടെ ഒരു സെല്ല് എടുത്തിട്ടുണ്ട്. ആ സെല്ല് കഴിഞ്ഞിട്ട് ബൈ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെല്ല് പോയിൻറ്റിനേക്കാളും കൂടുതൽ പൈസക്കാണ് ബൈ നടന്നത്. അപ്പോൾ അതാണ് ചെറിയൊരു ലോസ് വരാനുള്ള റീസൺ. ഇവിടെ 3-ാം തീയതിയിൽ ഒരു സെല്ല് കഴിഞ്ഞതിന് ശേഷം ബൈ നടത്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെല്ല് ചെയ്ത പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസൊക്കെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഈ ട്രേഡ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ 3-ാം തീയതിയിലത്തെ ബൈ കഴിഞ്ഞിട്ട് സെല്ല് എടുത്തതിന് നഷ്ടത്തിലാണ്. ആ സെല്ല് കഴിഞ്ഞിട്ട് നടത്തിയ ബൈയും നഷ്ടത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, സെല്ല് കഴിഞ്ഞിട്ടുള്ള ബൈ നഷ്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ ആ സെല്ല് നടത്തിയത് നഷ്ടത്തിലാണ്. കണ്ടോ, 876 ബൈ നടത്തിയതിന് ശേഷം പിന്നെ 19,666 സെല്ല് നടത്തിയത്. അപ്പോൾ അതൊരു നഷ്ടത്തിലാണ്. പിന്നെ ബൈ നടത്തിയത് കൂടിയ പ്രൈസിനാണ് ബൈ നടത്തിയത്, അവിടെ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ നഷ്ടങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 0.94 ആയി, ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.2 ആ റേഞ്ചിലാണ് നമ്മുടെ ഇപ്പോൾ USDT ആക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ട്രേഡ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള അപ്പോൾ പുതിയൊരു സിനിമ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.